116 സങ്കീർത്തനം. യഹോവ എൻ്റെ പ്രാർത്ഥനയും യാതനകളും കേട്ടതുകൊണ്ട് ഞാൻ അവനെ സ്നേഹിക്കുന്നു. അവൻ തൻ്റെ ചെവി എങ്കിലേക്ക് ചായച്ചതുകൊണ്ട് ഞാൻ ജീവകാലമൊക്കെ അവനെ വിളിച്ചപേക്ഷിക്കും. മരണപാശങ്ങൾ എന്നെ ചുറ്റി, പാതാള വേദനകൾ എന്നെ പിടിച്ചു. ഞാൻ കഷ്ടവും സങ്കടവും അനുഭവിച്ചു. അയ്യോ യഹോവേ, എൻ്റെ പ്രാണനെ രക്ഷിക്കണമേ എന്ന് ഞാൻ യഹോവയുടെ നാമം വിളിച്ചപേക്ഷിച്ചു. യഹോവ കൃപയും നീതിയുമുള്ളവൻ, നമ്മുടെ ദൈവം കരുണയുള്ളവൻ തന്നെ. യഹോവ അത്ഭുതവിധികളെ പാലിക്കുന്നു. ഞാൻ എളിമപ്പെട്ടു, അവൻ എന്നെ രക്ഷിച്ചു. എൻ മനമേ, നീ വീണ്ടും സ്വസ്ഥമായിരിക്കുക. യഹോവ നിനക്ക് ഉപകാരം ചെയ്തിരിക്കുന്നു. നീ എൻ്റെ പ്രാണനെ മരണത്തിൽ നിന്നും, എൻ്റെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും, എൻ്റെ കാലിനെ വീഴ്ചയിൽ നിന്നും രക്ഷിച്ചിരിക്കുന്നു. ഞാൻ ജീവനുള്ളവരുടെ ദേശത്ത് യഹോവയുടെ മുമ്പാകെ നടക്കും. ഞാൻ വലിയ കഷ്ടതയിലായി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിശ്വസിച്ചു. സകല മനുഷ്യരും ഭോഷ്കു പറയുന്നുവെന്ന് ഞാൻ എൻ്റെ പരിഭ്രമത്തിൽ പറഞ്ഞു. യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്ക് ഞാൻ അവന് എന്ത് പകരം കൊടുക്കും? ഞാൻ രക്ഷയുടെ പാനപാത്രമെടുത്ത് യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കും. യഹോവയ്ക്ക് ഞാൻ എൻ്റെ നേർച്ചകളെ അവൻ എൻ്റെ സകല ജനവും കാണിക്കെ കഴിക്കും. തൻ്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാകുന്നു. യഹോവേ, ഞാൻ നിന്റെ ദാസനാകും. എൻ്റെ ദാസനും നിന്റെ ദാസിയുടെ മകനും തന്നെ. നീ എൻ്റെ ബന്ധനങ്ങളെ അഴിച്ചിരിക്കുന്നു. ഞാൻ നിനക്ക് സ്തോത്രയാഗം കഴിച്ച് യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കും. യഹോവയുടെ ആലയത്തിൻ്റെ പ്രാകാരങ്ങളിലും യെരൂശലേമേ നിന്റെ നടുവിലും ഞാൻ യഹോവയ്ക്ക് എൻ്റെ നേർച്ചകളെ അവൻ്റെ സകല ജനവും കാണുക കഴിക്കും. യഹോവയെ സ്തുതിപ്പീൻ. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. ദൈവമേ, സ്തുതിക്കുന്നു കർത്താവെ. നല്ല സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു. ഞങ്ങളെ ഇത്രത്തോളം സഹായിച്ച ദൈവത്തിന് സ്തോത്രം. ഇന്ന് കർത്താവ് ഈ ആഴ്ചവട്ടത്തിൻ്റെ 1-ാമത്തെ ദിവസം ഞങ്ങളുടെ പ്രാർത്ഥനയും ആരാധനയും കർത്താവ് കൈക്കൊള്ളുമാറാകണമേ. ഞങ്ങൾക്ക് വേണ്ട വിടുതൽ കർത്താവ് സ്വർഗത്തിൽ നിന്ന് കൽപ്പിച്ചു തരുമാറാകണം. കർത്താവെ, എല്ലാ ബന്ധനങ്ങളും നീക്കി, എല്ലാ കർത്താവെ ദോഷങ്ങളും നീക്കി, ദൈവത്തിന് പ്രകാരം വിശുദ്ധ മന്ദിരമായി തന്നെ ഞങ്ങൾ ഹൃദയത്തെ കർത്താവ് തീർക്കേണ്ടതിന് വേണ്ടി നാഥ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിന്നെ നമ്മഹത്വം കൊടുക്കുവാറാകട്ടെ. കർത്താവെ, ഇതിൽ ഉൾപ്പെടുന്ന എല്ലാ ജനത്തിനുമായി സ്തോത്രം. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കുമാറാകണം. വായിച്ച സങ്കീർത്തനത്തിനായി സ്തോത്രം. അതുകൊണ്ടമേ അനുഗ്രഹിക്കണമേ. ഞങ്ങൾക്ക് വേണ്ട ആത്മീയ ഭക്ഷണം, പാനീയം സ്വർഗത്തിൽ നിന്ന് നൽകിത്തരുന്ന ദൈവമായിരിക്കുന്നതുകൊണ്ട് കർത്താവിനെ സ്തുതിക്കുന്നു. കാത്തോളണമേ, യേശുവിൻ്റെ നാമത്തിൽ നമുക്കിരിക്കാം. ക്രിസ്തുയേശുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. ദൈവം ഇന്ന് നമുക്ക് ആരാധനയ്ക്കായിട്ട് ഒരു പ്രാവശ്യവും കൂടി ഈ ഭൂമിയിൽ അവസരം തന്നിരിക്കുക. എന്താണ് ഈ ലോകം? എന്താണ് നാം ഓരോരുത്തരുടെയും പ്രവർത്തികൾ? ഇതൊക്കെയും നമ്മൾ പരിശോധിച്ചതിന് ശേഷം ഈ ലോകത്തിൽ ഈ കഴിഞ്ഞ ഒരാഴ്ചവട്ട കാലം അല്ലെങ്കിൽ കർത്താവിനെ അറിഞ്ഞതിന് ശേഷം നമ്മൾ ലോകത്തിൻ്റെ പ്രവൃത്തികളിൽ ഉൾപ്പെടാതെ വണ്ണം വേർപെട്ട് ജീവിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കതിൻ്റെ ഫലം, അതിൻ്റെതായ നന്മ, സന്തോഷം അത് നമുക്ക് ഇന്ന് കർത്താരസിൽ മുട്ടുകളെ മടക്കുമ്പോൾ ഉണ്ടാകാനിടയായിത്തീരും. അല്ല, നാം ലോകത്തോടൊപ്പമാണ് ജീവിച്ചിരിക്കുന്നതെങ്കിൽ ഈ ലോകത്തിൻ്റെ പ്രവൃത്തി ദോഷമുള്ളതെന്ന് സാക്ഷ്യപ്പെടുത്തിയ യേശു നമ്മുടെ പ്രവൃത്തിയിൽ ദുഃഖിച്ചിട്ടുണ്ട്, നമ്മുടെ ജീവിതത്തിൽ ദുഃഖിച്ചിട്ടുണ്ട്. അതിനൊരു പരിഹാരം നമ്മളെ മുന്നേ ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ചതിന് ശേഷം നാം ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് പ്രവേശിക്കാം. കാരണം ഈ ലോകത്തിൻ്റെ പ്രവൃത്തി ദോഷമുള്ളതാണ്. അത് യേശു സാക്ഷ്യപ്പെടുത്തിയത് കൊണ്ടാണ് ലോകം യേശുവിനെ പകച്ചത്. ലോകത്തിൽ നിന്ന് വേർപെട്ട ഒരാൾ ജീവിക്കുക എന്നുള്ളത് സാധ്യമായ കാര്യമല്ല. ഈ ലോകത്തിൽ ജീവിക്കുന്നതിന് അതിൻ്റെതായ ഒരു ക്രമമുണ്ട്, അതിൻ്റെതായ ഒരു ജീവിത രീതികളുണ്ട്. അവൻ കേൾക്കുന്നതിനും കാണുന്നതിനും പറയുന്നതിനും പ്രതികരിക്കുന്നതിനും എല്ലാം ലോകത്തിൻ്റെതായ ചില നിയമങ്ങളുണ്ട്. എന്നാൽ കർത്താവിലേക്ക് വരുമ്പോൾ ആ നിയമത്തിന് അവൻ കീഴ്പ്പെടുന്നില്ല. അതായത് അവൻ നോക്കുന്നത്
ഈ പ്രവൃത്തിയിൽ യേശു എങ്ങനെ പ്രവർത്തിച്ചു? യേശു എങ്ങനെയാണ് ഈ കാര്യം കൈകാര്യം ചെയ്തത്? ഈ അനുഭവം ഉണ്ടായപ്പോൾ യേശു എന്താണ് ചെയ്തത്? ഇതാണ് ഒരു വിശ്വാസി നോക്കുന്നത്. ഇതൊന്നും ആദ്യത്തെ കാലങ്ങളിൽ കർത്താവിനെ അറിഞ്ഞു വരുമ്പോൾ നമ്മൾ ചിന്തിക്കില്ല. അത് ബാല്യകാലമാണ്. ബാല്യകാലം എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും നീതിയും ന്യായവും ദിവ്യ സ്വഭാവവും ഒന്നും അറിയാൻ പാടില്ലാതെ മുമ്പോട്ട് പോകുന്ന ആത്മീക ബാല്യകാലമാണ്. ഈ ആത്മീയ കാലത്ത് അവൻ ലോകത്ത് നിന്ന് വന്നതാ. ആ ലോകത്തിൻ്റെ സ്വഭാവമൊക്കെ കാണിക്കും. എന്നാൽ അവൻ ആത്മീയതയിൽ വളരും തോറും അവൻ ലോകത്ത് നിന്ന് വേർപെട്ടുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നിങ്ങളുടെ മുമ്പിൽ വെച്ചേക്കുന്ന ഒറ്റ ഓട്ടം സ്ഥിരതയോടെ ഓടുകയും ഒരാൾ ഓടുക. എവിടുന്ന് പുറപ്പെട്ടൊരു സ്ഥാനമുണ്ട്, എത്തിച്ചെല്ലുന്ന ഒരു സ്ഥാനമുണ്ട്, സമ്മാനമുണ്ട്. ഈ ഓട്ടം, ക്രിസ്തീയ ഓട്ടം എവിടെയാണ്? അത് ആരംഭിക്കുന്നത് ലോകത്തിൽ നിന്നാണ്. അതെവിടെ അവസാനിക്കുന്നത്? അവസാനിക്കുന്നത് സ്വർഗത്തിലാണ്, കർത്താവിൻ്റെ അടുക്കലാണ്. അതിൻ്റെ പ്രതിഫലം സ്വർഗീയമായി ദൈവം വാഗ്ദത്തം ചെയ്ത അവകാശമാണ്, അവകാശദേശമാണ്. ഇതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഓടുന്നത്. എന്നാൽ പുറപ്പെട്ടു പോകുന്ന ഇടത്തേക്ക് തന്നെ തിരിച്ചു ഓടുവാൻ തക്കവണ്ണം ശത്രു പ്രവർത്തിക്കും. മിസ്രയീം ദേശത്ത് നിന്ന് 6 ലക്ഷത്തിൽ പരം പുരുഷന്മാരും അവരുടെ കുടുംബവുമായിട്ട് അവിടുന്ന് പുറപ്പെട്ടതാണ്. ഈ ജനം അവിടെ നിന്ന് പുറപ്പെട്ടു പോന്നപ്പോൾ തന്നെ മിസ്രയീമിലേക്ക് തിരികെ അവരെ കൊണ്ടുവരുവാൻ തക്കവണ്ണം ഏതോ ഒരു ശക്തി അവരെ പ്രേരിപ്പിച്ചിരുന്നു എന്ന് നമ്മൾ സൂക്ഷ്മമായി പഠിക്കുമ്പോൾ മനസ്സിലാകും. എന്തോ ഒരു ശക്തി. അത് നമ്മൾ ദൈവത്തിൻ്റെ ശത്രുവെന്നും പിശാചെന്നും ഇതൊന്നും നമ്മൾ അതൊന്നും ചിന്തിക്കുന്നതിന് മുമ്പ് നമ്മൾ ആ മനുഷ്യരുടെ സ്വഭാവം നമ്മൾ ചിന്തിക്കണം. അവിടെ നിന്ന് പുറപ്പെട്ടു പോകുന്നു. ഫറവോൻ അവരെ വിടുന്നില്ല. എന്നാൽ ദൈവത്തിൻ്റെ മഹത്തായിട്ടുള്ള കരം കണ്ടപ്പോൾ വിടാതിരിക്കാൻ നിവൃത്തിയില്ല. അങ്ങനെ അവരവിടെ നിന്ന് വിട്ടുപോകുന്നു. പിന്നീട് വിട്ട് കളഞ്ഞതിനെക്കുറിച്ച് അനുതപിച്ച് ഫറവോനും സൈന്യവും പിന്നാലെ എത്തി. അവരെ ദൈവം നശിപ്പിച്ചു കളഞ്ഞു. അതോടുകൂടി മാനുഷികമായ കാര്യങ്ങൾ അവസാനിച്ചു. കാരണം മാനുഷികമായ കാര്യങ്ങൾ ചെങ്കടലിങ്കൽ തീരുകയാണ്. ചെങ്കടലിന് ഇപ്പുറത്തേക്ക് ഒരാൾ വന്നതായിട്ട്, മിസ്രയീമിൽ വന്നതായിട്ട് നാം കാണുന്നില്ല. അതോടുകൂടി ആ കര അവസാനിക്കും. എന്നാൽ വീണ്ടും അവർക്ക് മുൻപോട്ട് പോകുവാൻ അവരുടെ ജീവിതത്തിൽ പല പ്രതിസന്ധികളും വന്നു. വെള്ളം കിട്ടാതെ വന്നു, അവർക്ക് ഭക്ഷണത്തിന് രുചികരമായ ഭക്ഷണമില്ലാതെ വന്നു, സന്തോഷമില്ലാതെ വന്നു, അവർ വിചാരിച്ചതുപോലൊന്നും കാര്യങ്ങൾ നടക്കാതെ വന്നു. ഇങ്ങനെയെല്ലാം വന്നപ്പോഴേക്കും അവർക്ക് പതുക്കെ ഓർമ്മ വന്നു തങ്ങൾ പുറപ്പെട്ടു വന്ന സ്ഥലം. പുറപ്പെട്ടു പോകുന്ന സ്ഥലം അവർക്ക് ഓർമ്മ വന്നു. അവർ താരതമ്യപ്പെടുത്തി. ഇന്ന് ഞങ്ങളായിരിക്കുന്നതും അന്നായിരുന്നതുമായ കാലഘട്ടങ്ങൾ തമ്മിൽ ഒന്ന് താരതമ്യപ്പെടുത്തി. താരതമ്യപ്പെടുത്തിയപ്പോൾ ഉണ്ടായ സംഭവം എന്ന് പറയുന്നത്, ഒരു കൂട്ടർക്ക് തങ്ങൾ അടിമകളായിരുന്നു. ഇന്നോ സ്വതന്ത്രരാണ്. തങ്ങളുടെ ശരീരം ക്ഷീണിക്കുന്നില്ല. തങ്ങൾ കെട്ട് നശിച്ചു പോകുന്നില്ല. ഇന്ന് തങ്ങൾക്കൊരു നാഥനുണ്ട്, ചോദിക്കാൻ ആളുണ്ട്. നിങ്ങളെ ആരെങ്കിലും കഷ്ടപ്പെടുത്തിയാൽ അതിന് ചോദിക്കാൻ ഒരാളുണ്ട്. അമാലേക്ക് എന്ന് പറയുന്ന ഒരു കൂട്ടം
ഉപദ്രവിക്കാൻ വന്നപ്പോ അവന്റെ പേര്, അമാലേക്കൻ എന്നുള്ള പേര് ഞാൻ ആകാശത്തിന് കീഴിൽ നിന്ന് ഛേദിച്ചു കളയുമെന്ന് പറയാൻ തക്കണ ഒരാളുണ്ടായി. ഇന്ന് അടിമത്വമില്ല, സ്വതന്ത്രരാണ്, സ്വതന്ത്രരാണ്. അതുകൊണ്ട് അവർക്ക് അതിൽ തൃപ്തിപ്പെട്ട് മുമ്പോട്ട് പോയി. അവർക്ക് സങ്കടമില്ല. മറ്റൊരു കൂട്ടര് ഇനി അടിമത്വമാകട്ടെ എന്തു ആകട്ടെ ആവശ്യങ്ങൾ നടക്കുമായിരുന്നു. ഫറവോന്റെ അടിമത്തത്തിലായിരുന്നെങ്കിലും ഭക്ഷണത്തിന് മുട്ടില്ലായിരുന്നു. എന്ത് ഭക്ഷണത്തിന്? രുചികരമായ ഭക്ഷണത്തിന്. ഇവിടെ എന്താ മുട്ട്? ഇവിടെ ഈ സാരമില്ലാത്ത മഞ്ഞയല്ലാതെ വേറൊന്നും കാണാൻ. അപ്പോ മിസ്രൈമിലെ ഭക്ഷണവും താങ്കൾ ഇപ്പോൾ കഴിക്കുന്ന ഭക്ഷണവുമായിട്ട് നോക്കിയപ്പോ അതില് സാരമില്ലാത്ത മഞ്ഞയായിട്ട് അവർക്ക് കാണാനിടയായത്. അപ്പോൾ മിസ്രൈമിലെ ഭക്ഷണം ശ്രേഷ്ഠം. വചനം പറയുന്നത് അവർ വിട്ടുപോകുന്നതിനെ ഓർത്തുവെങ്കിൽ മടങ്ങിപ്പോകാൻ ഇടയുണ്ടായിരുന്നു. നമ്മളിവിടെ ചിന്തിക്കേണ്ടത്, ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് നമ്മെ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് ശ്രേഷ്ഠമായ ഒരു കാര്യം തന്നെയാണ്. അതായത് 100 മനുഷ്യർ, ഒരു മനുഷ്യൻ ദൈവത്തെങ്കിലേക്ക് വരുന്ന ഒരാളെ പിന്തിരിപ്പാൻ ഒരാളും പ്രാപ്തരല്ല. ഒരാൾക്കും സാധിക്കില്ല. ലാബാന്റെ വീട്ടിൽ നിന്ന് കുടുംബമായിട്ട് ഒളിച്ചോടിയതുപോലെ യാക്കോബും കുടുംബവും പോയതാ. ഫറവോൻ ഇസ്രായേലിനെ പിന്തുടർന്നത് പോലെ തന്നെ ലാബാൻ തന്റെ കൂട്ടരുമായി യാക്കോബിനെയും കുടുംബത്തെയും പിന്തുടർന്നു. അങ്ങനെ പിന്തുടർന്ന് എത്തുമെന്നായപ്പോൾ ദൈവം അവനോട് പറഞ്ഞു, നീ യാക്കോബിനോട് ഗുണമോ ദോഷമോ ഒന്നും പറയാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുക, അല്ലെങ്കിൽ മരിക്കേണ്ടി വരും. ഒടുവിൽ യാക്കോബിന്റെ അടുത്തെത്തി. ഒന്നും സാധിച്ചില്ല, തൊടാൻ സമ്മതിച്ചില്ല. ഇതുപോലെ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു പോകുന്ന ജനത്തിന് എന്തെല്ലാം കണി ശത്രു ഒരുക്കി തിരിച്ചു ചെല്ലാനായിട്ട്. മിസ്രൈമിൽ നിന്ന് വിടാതിരിപ്പാനും വിട്ടുപോകുന്നതിന് തിരിച്ചു കൊണ്ടുപോയി പഴയ സ്ഥാനത്താക്കാനും തങ്ങളുടെ അടിമത്തത്തിൽ അവരെ കൊണ്ടുവരാൻ വേണ്ടി ധാരാളം പ്രവർത്തികൾ ചെയ്തു. ജയിച്ചില്ല, ദൈവം സമ്മതിച്ചില്ല. ഇന്ന് അനേകർ വിശ്വാസത്തിലേക്ക് വരുമ്പോ മനുഷ്യരെഴുന്നേൽക്കും. മഹാപുരുഷാരത്തെ ശങ്കിക്കൊണ്ട് എന്ന് പറയുന്ന പോലെ സമൂഹം എഴുന്നേൽക്കും, സമുദായം എഴുന്നേൽക്കും, ബന്ധുക്കൾ എഴുന്നേൽക്കും, സ്വന്തം സഹോദരങ്ങൾ എഴുന്നേൽക്കും, മാതാപിതാക്കൾ എഴുന്നേൽക്കും. എന്തിന്? ഈ ലോകം മുഴുവനും പ്രതികൂലമാകും. എന്തുകൊണ്ട്? ലോകത്തെ വിട്ട് കർത്താവിലേക്ക് തിരിഞ്ഞതുകൊണ്ട്. പക്ഷെ ജയിക്കില്ല. ഒറ്റ കാര്യം മാത്രം, മനസ്സുണ്ടായാൽ മാത്രം മതി. എൻ്റെ സൃഷ്ടികർത്താവ്, എൻ്റെ സൃഷ്ടാവ്, എന്നെ സൃഷ്ടിച്ച ദൈവമാണ്. ആ ദൈവത്തെയാണ് ഞാൻ കണ്ടെത്തേണ്ടത്, ആ ദൈവത്തെയാണ് ആരാധിക്കേണ്ടത്, ആ ദൈവത്തെയാണ് സ്തുതിക്കേണ്ടത്, ആ ദൈവത്തെയാണ് പിൻപറ്റേണ്ടത്. ഈ ഒരു ചിന്ത ഹൃദയത്തിൽ കയറിയ ഒറ്റ കാര്യത്തെ മാനിച്ചാണ് പിന്നീട് കർത്താവ് അവനെ വലിച്ചുകൊണ്ട് പോരുന്നത്. സമുദായം എതിര് നിന്നാൽ സമ്മതിക്കില്ല കർത്താവ്, സമൂഹം എതിര് നിന്നാൽ സമ്മതിക്കില്ല, ബന്ധുക്കൾ എതിര് നിന്നാൽ, അപ്പനും അമ്മയും എതിര് നിന്നാൽ, ഏത് സാഹചര്യം എതിര് നിന്നാലും ദൈവം സമ്മതിക്കില്ല. കൊണ്ടുപോകാൻ ബലമുള്ള കൈ കൊണ്ടും നീട്ടിയ ഭുജം കൊണ്ടും തന്നെ ദൈവം അവരെ മിസ്രൈമിൽ നിന്നല്ല, ലോകത്തിൽ നിന്ന് വിളിച്ചു കൊണ്ടുവരിക. അപ്പോൾ മാനുഷികമായ കാര്യങ്ങൾ, ലൗകികമായ കാര്യങ്ങളൊക്കെയും പരാജയപ്പെട്ടു.
പരാജയപ്പെട്ടതോടുകൂടി ഇനി ശത്രു പ്രവർത്തിക്കുന്നത് മറ്റൊരു തരത്തിലാണ്. അതായത് ഓർമ്മയിൽ കൂടിയാണ്. ആ വാക്ക് നമ്മുടെ മുമ്പിൽ, നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഓർമ്മ. മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഓർമ്മ. അവനെ അനുഭവിച്ച നന്മകൾ മുഴുവനും കെടുത്തിക്കളയാൻ ശക്തിയുള്ളതാണ് ഓർമ്മ. അതാണ് വചനം പറയുന്നത്, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവ്വ അന്തരംഗവുമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കാൻ പാടില്ല. കാരണം മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടു പോകുന്നതാണ്, ലോകത്തിൽ നിന്ന് വേറിട്ട് പോകുന്നതാണ്, സമൂഹത്തെ വിട്ടു പോകുന്നതാണ്, സമുദായത്തെ വിട്ടു പോകുന്നതാണ്, ബന്ധുക്കളെ വിട്ടു പോകുന്നതാണ്, ജീവിത സാഹചര്യങ്ങളെല്ലാം വിട്ടു പോകുന്നതാണ്. ഒരു കാര്യവും പിന്തുടർന്ന് പിടിപ്പാൻ ദൈവം സമ്മതിച്ചിട്ടില്ല. ഇനി തൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയല്ലോ എന്ന് വിചാരിച്ചിരിക്കുന്ന ശത്രുവിൻ്റെ ഏറ്റവും ഭയങ്കരമായ ഒരു ആയുധമാണ് ഓർമ്മ. ആ ഓർമ്മയെ അതിജീവിപ്പാൻ സാധാരണ ഒരു മനുഷ്യന് സാധിക്കില്ല. അതിനെ ജയിക്കാനായിട്ട് കർത്താവ് തൻ്റെ ജനത്തിന് കൊടുത്തിരിക്കുന്ന ഏറ്റവും വലിയ ആയുധമാണ് നല്ല ദൈവത്തെക്കുറിച്ചുള്ള ഓർമ്മ. വരുമ്പോൾ അഗ്നിസ്തംഭത്തിലും മേഘസ്തംഭത്തിലും വഴി നടത്തിയതും, മിസ്രൈമ്യ ജനത്തെ പിന്തുടർന്നവരെ മുഴുവനും കടലിൽ മുക്കിക്കളഞ്ഞതും, 10 അത്ഭുതങ്ങൾ ചെയ്തതും, ഒരേ ദേശത്ത് ഒരേ കാലാവസ്ഥയിൽ ഒരേ നിലയിൽ ജീവിച്ചിരുന്ന കുടുംബങ്ങൾ മിസ്രയീമ്യരുടെ ജനത്തിന് മുഴുവനും, അവരുടെ വീടുകൾക്ക് മുഴുവനും, കന്നുകാലികൾക്ക് മുഴുവനും, മനുഷ്യർക്ക് മുഴുവനും, കുണ്ടറയിൽ കിടക്കുന്നവർക്ക് മുഴുവൻ വരെ നാശം ഭവിച്ചപ്പോൾ രക്തം പുരട്ടിയ കട്ടളയും വാതിലുകളുമുള്ള ഇസ്രായേൽ ജനത്തിന്റെ ഭവനത്തിന് മാത്രം, എന്തിന്? ഇസ്രായേൽ ജനത്തിന്റെ കന്നുകാലികൾക്ക് മാത്രം, അവരുടെ സമ്പത്തിന് മാത്രം ഒരു ദോഷവും ഭവിക്കാതെ വണ്ണം കാത്തു സൂക്ഷിച്ച ദൈവം. ആ ഓർമ്മ. ശത്രുവാകട്ടെ മറുവശത്ത് അന്ന് ഇഷ്ടം പോലെ രുചികരമായ ഭക്ഷണം കഴിച്ചിരുന്നതും, അന്ന് വില കൂടാതെ നിന്നിരുന്ന വെള്ളരിക്ക, മത്തങ്ങ, ഉള്ളി, ചിറ്റുള്ളി, മത്സ്യം, മാംസം, ഇങ്ങനെയുള്ള രുചികരമായ ഭക്ഷണങ്ങൾ, ചുറ്റുപാടുകൾ മിസ്രയീമിൽ പരിചയമുള്ള ആളുകൾ, ജനിച്ചു വളർന്ന ദേശം, ഇങ്ങനെ അനേക കാര്യങ്ങളിട്ട് ശത്രുവും പോരാടിക്കൊണ്ടിരിക്കുക. ആയുധം എന്താ? ഓർത്തോളണം. ആയുധം ഒറ്റ കാര്യം മാത്രം, ഓർമ്മ. ഇപ്പുറത്ത് ദൈവത്തിന്റെ ആത്മാവ് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യപ്പെടുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്, ക്രിസ്തുയേശുവിനെ കുറിച്ച് വെളിപ്പെടുത്തി തന്ന പരിജ്ഞാനത്തിൽ നടത്തുന്ന പരിശുദ്ധാത്മാവ്, സകല സത്യത്തിലും നടത്തുന്ന പരിശുദ്ധാത്മാവ്, ദൈവം ചെയ്ത ഉപകാരങ്ങളെ ഓർപ്പിച്ച് ഇപ്പുറത്തേക്ക് നടത്തിക്കൊണ്ട് പോവുകയാണ്. യുദ്ധമാണ്. ഓർമ്മയിൽ കൂടിയുള്ള യുദ്ധമാണ്. ഒരോർമ്മ വരുമ്പോൾ അപ്പൊ അപ്പുറത്ത് ജയിക്കാനായിട്ട് ഇന്ന് ഞാൻ എന്തെല്ലാം ചെയ്യുമെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല.
എന്തെല്ലാം എന്തെല്ലാം ഓരോറ്റ, അതായത് പോരാട്ടം കൂടുതലാണല്ലോ. ദൈവമേ, ഇന്ന് ഈ എല്ലാ ദിവസത്തെ പോലെ അല്ലല്ലോ, എനിക്കൊരു സന്തോഷമില്ല, ആകെ മടുപ്പ് തോന്നുന്നു. വേണ്ട, അതിന് വേണ്ടിയിട്ട് ഈ സാഹചര്യമൊക്കെ മറക്കാൻ നിൽക്കവണ്ണം ഞാനൊന്ന് പുറത്തേക്ക് ഇറങ്ങി. അതല്ല മരുന്ന് പറഞ്ഞിരിക്കുന്നത്. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിപ്പാൻ വിരോധികളാൽ ഇങ്ങനെയുള്ള കഷ്ടം സഹിച്ചവനെ ധ്യാനിച്ചുകൊള്ളുവീൻ. ഓർമ്മ വരട്ടെ, അല്ലാതെ ജയിക്കാൻ പറ്റില്ല. സാഹചര്യത്തെ മറയ്ക്കാനായിട്ട് മിസ്രൈമിലായിരുന്നപ്പോൾ, ലോകത്തിലായിരുന്നപ്പോൾ അല്പം മദ്യം, അല്ലെങ്കിൽ ഒരു സന്തോഷത്തിന്, ഒരു എന്റർടൈൻമെന്റിന്, ഒരു കാഴ്ചയ്ക്ക് ഒരു ടൂറ് പോയി, കടൽപ്പുറത്ത് പോയി, കുറച്ചു നേരം അവിടെ ഇരുന്ന് ഇച്ചിരി കളി കാണാൻ പോയി. എല്ലാ ടെൻഷനും മാറും. ഇപ്പൊ നമുക്ക് ഇന്ന് ക്രിക്കറ്റ് നടക്കുന്ന ദിവസം നമുക്കൊന്ന് കാണാം. കാരണം ഭയങ്കര ഭാരം. അതല്ല മരുന്ന്. കളി കണ്ടല്ല അതിനെ ജയിക്കേണ്ടത്, എന്റർടൈൻമെന്റ് പോയിട്ടല്ല ജയിക്കേണ്ടത്. പ്രകൃതിയെ കണ്ട് രസിച്ച് അതിനോട് എതിർക്കാനല്ല വ്യവസ്ഥ. അതിനെ ജയിക്കാൻ ഒറ്റ വഴിയേ ഉള്ളൂ, ഓർമ്മയും ധ്യാനവും. ആദ്യം ഓർക്കണം, ധ്യാനിക്കണം. മനുഷ്യന് ദൈവം കൊടുത്ത ഏറ്റവും വലിയ ആയുധം ധ്യാനവും ഓർമ്മയും. അത് മറക്കാതിരുന്നാൽ, കർത്താവ് ആരെന്ന് സൂക്ഷ്മതയോടെ അറിഞ്ഞിരുന്നാൽ, അവനെ ഇട്ട് നുറുക്കിയാൽ, ചതച്ചാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം അവന്റെ മുഖത്ത് ഇപ്പോഴും രക്ഷയുടെ സന്തോഷമുണ്ട്. അവന്റെ മുഖത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോഴും രക്ഷയുടെ സന്തോഷം. ഇത്രയെല്ലാം കഷ്ടപ്പെട്ടിട്ടും, ഇത്രയെല്ലാം പട്ടിണി കിടന്നിട്ടും, ഇത്രയെല്ലാം മറ്റുള്ളവർ ഉപദ്രവിച്ചിട്ടും അവന്റെ മുഖത്ത് നിന്ന് മാറിപ്പോകാത്തൊരു കാര്യമുണ്ട്. അത് രക്ഷയുടെ സന്തോഷ. കർത്താവ് ചെയ്ത ഉപകാരങ്ങളെ കുറിച്ചുള്ള ഓർമ്മയാണ്. ആ ഓർമ്മ കെടുത്തിയിട്ടല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റൂല. അവിടെയാണ്, ആ ഓർമ്മയിലാണ് അവന്റെ മുഖം പ്രകാശിക്കുന്നത്. അവന്റെ മുഖത്ത് പ്രകാശം കണ്ടില്ലേ? എന്തുകൊണ്ടാണ് അവന്റെ മുഖത്ത് ഈ പ്രകാശം വന്നിരിക്കുന്നത്? ഓർമ്മ കൊണ്ട. എവിടത്തെ ഓർമ്മ? മിസ്രൈമിലെ അല്ല, മിസ്രൈമിൽ നിന്ന് വിടിവിച്ചതും ഇന്ന് സ്വതന്ത്രമാക്കിയിരിക്കുന്നതുമായ ദൈവത്തിന്റെ പ്രവൃത്തി. സകല ഭക്തന്മാരുമായുള്ളവരെ കൂടി വരുവീൻ, അവന്റെ പ്രാണന് വേണ്ടി ചെയ്തതെന്നൊന്ന് ഞാൻ വിവരിക്കാം. തയ്യാറായിട്ട് നിൽക്കുക. കെടുത്താൻ പറ്റില്ല. ഹന്ന പറഞ്ഞതുപോലെ, എന്റെ വായ ശത്രുക്കളുടെ നേരെ വിശാലമാകുന്നു. എന്റെ വായ ശത്രുക്കളുടെ നേരെ വിശാലമാകുന്നു. എന്ത് കണ്ടിട്ടായി പോകുന്നത്? എങ്ങോട്ടാ പോകുന്നത്? നിനക്ക് പെൺകുട്ടികളുള്ളത് മറന്നുപോയോ? നിന്റെ ജീവിതം എന്താണെന്ന് നിനക്ക് അറിയാമോ? ഇതെല്ലാം ചോദിക്കുമ്പോ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. ഞാൻ ആരായിരുന്നു, ഇന്ന് ആരാകുന്നു. ഞാൻ ആരായിത്തീരാനായിട്ടാണ് ഈ യാത്ര. ഞാൻ എന്തായിത്തീരും? സംശയമൊന്നും വേണ്ട, അത് നിശ്ചയമാണ്. അതുകൊണ്ടാണ് നിങ്ങളിലുള്ള പ്രത്യാശയെക്കുറിച്ച് പ്രതിവാദം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആരോടും അവരോട് പ്രതിവാദം പറയേണ്ടതിന് ഒരുങ്ങിയിരിപ്പീൻ. എപ്പോഴും ഓർമ്മയുണ്ടാകട്ടെ. ധ്യാനമുണ്ടാകട്ടെ. എൻ്റെ ഹൃദയത്തിലെ ധ്യാനം നിനക്ക് പ്രസാദകരമായിരിക്കട്ടെ. ആയുധമാണ്, ശത്രുവിനെ ജയിക്കാനുള്ള ആയുധം. ശരീരം കൊണ്ട് സാധിക്കില്ല.
നമ്മുടെ ആരോഗ്യം കൊണ്ട് സാധിക്കില്ല ഈ ജയത്തിന്. ബുദ്ധി കൊണ്ട് സാധിക്കില്ല. അതിനേക്കാളൊക്കെ എത്രയോ ബുദ്ധിയുള്ളതാണെന്നറിയാവോ? വെളിച്ചത്തിന്റെ മക്കളെക്കാൾ ലോകത്തിന്റെ മക്കൾ ഈ തലമുറയിൽ ബുദ്ധിയുള്ളവരാണ്. നമ്മൾ വിചാരിക്കും നമ്മൾ ബുദ്ധിയുള്ളവരാണ്. ഒന്നുമില്ല. അത് ബുദ്ധിയുള്ളവരോട് കൂടെ ഇരിക്കാഞ്ഞണ്ട, അവരോട് സംസാരിക്കാറുണ്ട. സംസാരിച്ച് വരുമ്പോഴറിയാം അവരുടെ ബുദ്ധി എവിടെ നിൽക്കുന്നു. ഇതിൻ്റെ ഇടയിൽ നിന്നാണ് കർത്താവ് വിളിച്ചുകൊണ്ട് പോകുന്നത്. അതുകൊണ്ട് ബുദ്ധി കൊണ്ട് നേടാമെന്ന് വിചാരിക്കണ്ട. ലോകാഭിപ്രായ പ്രകാരം കുലീനന്മാർ ഏറെയില്ല. പ്രതാപവും കുലീനതയൊന്നും പറയണ്ട. കുടുംബപ്പേരും ഇതൊന്നും പറയണ്ട. ഒന്നും പറയണ്ട. അതിനേക്കാളൊക്കെ എത്രയോ കുടുംബ മഹിമയുള്ളവർ ലോകത്തുണ്ട്. ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ പോഷത്വമായത് തിരഞ്ഞെടുത്തവൻ, കുലീനരെ ലജ്ജിപ്പാൻ കുലഹീനവും നികൃഷ്ടവുമായി തിരഞ്ഞെടുത്ത യേശു, ബലവാന്മാരെ ലജ്ജിപ്പാൻ ഒരു ബലവുമില്ല ബലഹീനത തിരഞ്ഞെടുത്തവൻ. ലോകത്തോട് ഒരു കാര്യം ഓർത്തുകൊള്ളണം, നമ്മുടെ ജ്ഞാനം കൊണ്ട് ലോകത്തോട് എതിർക്കാൻ നമുക്ക് സാധിക്കില്ല. നമ്മുടെ ശക്തി കൊണ്ടോ മഹിമ കൊണ്ടോ സാധിക്കില്ല. പക്ഷെ സാധിക്കും. ഒറ്റക്കാര്യം മാത്രം എൻ്റെ ധ്യാനത്തിങ്കൾ തീ കത്തി എൻ്റെ ഓർമ്മ ദൈവം ചെയ്ത ഉപകാരങ്ങളൊന്നും ഞാൻ മറന്നിട്ടില്ല. ഇതും മറക്കുന്നുവെങ്കിൽ ശരിയാ. ഇപ്പൊ ദൈവം ചെയ്ത ഉപകാരത്തെ മറന്ന് മുമ്പോട്ട് പോകുന്നുവെങ്കിൽ ദൈവത്തെ മറക്കുന്ന എല്ലാവരും പാതാളത്തിലേക്ക് തിരിഞ്ഞെന്ന് വിചാരിച്ചാൽ മതി. അതുകൊണ്ടാണ് കർത്താവിന്റെ വചനം പറയുന്നത്. ഇന്ന് വായിച്ച സങ്കീർത്തനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്, ഞാൻ എളിമപ്പെട്ടു യഹോവ എന്നെ രക്ഷിച്ചു. ദൈവത്തിന് രക്ഷിക്കാനുള്ള ഒരാളെ രക്ഷിക്കാൻ ഞാൻ സകല ജനത്തിന്റെയും ദൈവമായ യഹോവയാകുന്നു, എന്നാൽ കഴിയാത്ത വല്ല കാര്യവും ഉണ്ടോ എന്നല്ലേ കർത്താവ് ചോദിച്ചേ? കർത്താവിന് കഴിയാത്ത വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. പിന്നെ നമ്മുടെ കാര്യത്തിൽ പ്രവർത്തിക്കാത്ത എന്താ? എളിമപ്പെടണം. അതിന് അടയാളം എന്നാ? എളിമപ്പെടുന്നതിന്റെ അടയാളം, ഒരാൾ എളിമപ്പെടുന്നതിന്റെ അടയാളം എന്താ? എളിയവരോടാണ് സത്വർത്തമാനം ഘോഷിക്കുന്നത്. സുവിശേഷം കേട്ടപ്പോ ഒരു മാനസികാവസ്ഥ ഉണ്ടായിരുന്നു. വിശ്വസിക്കുമ്പോ ഈ വഴിയിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ ഒരു മാനസികാവസ്ഥ ഉണ്ടായിരുന്നു, എളിമയുണ്ടായിരുന്നു. ശൗലിനോട് കർത്താവ് പറഞ്ഞ പോലെ നിന്റെ സ്വന്തം കാഴ്ചയ്ക്ക് നീ എളിയവനായിരുന്നു. അതായത് കുലമഹിമയില്ല. അവൻ പറഞ്ഞു, ഞാൻ ബെന്യാമീൻ ഗോത്രത്തിൽപ്പെട്ട ഒരു ചെറിയ കുടുംബത്തിൽപ്പെട്ട ആളാ, കുലമഹിമയില്ലായിരുന്നു. ഇസ്രായേലിനെ രക്ഷിക്കാൻ ഞാൻ ആരാ? ബലമില്ലാത്തവനായിരുന്നു അവന്റെ സ്വന്തം ദൃഷ്ടിക്ക്. നീ ഇതൊക്കെ പറയാനായിട്ട് ഇസ്രായേലിന്റെ പ്രത്യാശയൊക്കെ ആരുടെ മേൽ? നിന്റെ മേലെ, നിന്റെ പ്രതിഭവത്തിന് മേലെയോ? ഇത്രയൊക്കെ പറയാനായിട്ട് ഞാൻ ആരാ? നിന്റെ സ്വന്തം കാഴ്ചയ്ക്ക് നീ കുലഹീനനായിരുന്നു, ബലഹീനനായിരുന്നു, ജ്ഞാനഹീനനായിരുന്നു. ഇന്ന് ആ അവസ്ഥയിലേക്ക് വരുവാണെങ്കിൽ ഒരു കാര്യം നിശ്ചയം, നിന്റെ ഓർമ്മയിലേക്ക് ഇത് വരും. ഞാൻ ആരായിരുന്നു? ഇന്ന് ആരായിരുന്നു? അവൻ എൻ്റെ ആത്മാവിന് വേണ്ടി, എൻ്റെ പ്രാണന് വേണ്ടി അവൻ എന്ത് ചെയ്തു? ഓർമ്മ വരട്ടെ. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ കർത്താവ് പറഞ്ഞിരിക്കുന്ന വാക്കാണ്, മക്കളെ, യെരൂശലേം നിങ്ങൾക്ക് ഓർമ്മ വരട്ടെ. കർത്താവിന്റെ പ്രവൃത്തി നിങ്ങൾക്ക് ഓർമ്മ വരട്ടെ. പ്രത്യാശ നിങ്ങൾക്ക് ഓർമ്മ വരട്ടെ. ദൈവം ചെയ്ത പ്രവൃത്തികളെ കുറിച്ച് ഓർമ്മ വരട്ടെ. അത് നിങ്ങളുടെ ധ്യാനമായിരിക്കട്ടെ. വിരോധികളാൽ ഉപദ്രവം സഹിച്ച കർത്താവിനെ ഓർമ്മ വരട്ടെ. മുഖത്തെന്താ പ്രകാശം എന്ന് ചോദിക്കുമ്പോൾ എന്താണ്? ഞാൻ ഒരിക്കലും ഒരാളോട് ചോദിച്ചു, എന്താണ് അത്ര സന്തോഷമെന്ന്. ആള് പിടിക്കപ്പെട്ടു പോയതുപോലെ ആയിപ്പോയി. കാരണം വെച്ച് കഴിഞ്ഞാൽ
ചില ഭൗതിക സന്തോഷം, ഭൗതിക അനുഗ്രഹം പുള്ളിക്ക് അദ്ദേഹത്തിന് കിട്ടി. അത് ഒരു ശരിയായ വഴിയില്ല അതിനകത്ത്. പക്ഷെ അദ്ദേഹത്തിന് ഭയങ്കര സന്തോഷമായി അത് കിട്ടിയത്. രക്ഷയുടെ സന്തോഷത്തെക്കാൾ ഒരു സന്തോഷം പോലെ തോന്നി. അദ്ദേഹം പറഞ്ഞു, ഞാൻ ദൈവത്തിന്റെ വചനത്തെ ധ്യാനിച്ചപ്പോൾ ഉണ്ടായ സന്തോഷമാണ്. അത് കപടം പറഞ്ഞതാ. കർത്താവിന്റെ സന്നിധിയിൽ വരുമ്പോൾ അറിയാം. ഒരു മനുഷ്യന്റെ മുഖത്തേക്ക് നോക്കുമ്പോ അവൻ സന്തോഷിക്കുന്നുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും അവൻ ഒരു ഓർമ്മയുണ്ട്. ഈ ഓർമ്മ തെരഞ്ഞു പിടിച്ച് ചെല്ലുമ്പോഴാണ് പ്രശ്നം. ഓർമ്മ തെരഞ്ഞു പിടിച്ച് ചെല്ലുമ്പോൾ പണ്ട് മിസ്രൈമിൽ ഇറച്ചി തിന്നുകൊണ്ടിരിക്കുന്ന കാര്യവും മത്സ്യം കഴിച്ചുകൊണ്ടിരിക്കുന്ന കാര്യവും മിസ്രൈമിലെ മഹത്വവും ലോകപ്രകാരമുള്ള കാര്യങ്ങളാണ് അവന്റെ മുഖത്ത് സന്തോഷമെങ്കിൽ നിലനിൽക്കില്ല. എന്നാൽ ഈ ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ടെങ്കിലും ധൈര്യപ്പെടുകയും ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് ഉടയവനെ ധ്യാനിച്ചുകൊണ്ട് സകല പ്രതിസന്ധിയിലും ആശയറ്റു പോകാതെ രക്ഷയുടെ സന്തോഷത്തിൽ ജീവിക്കുന്ന വിശ്വാസികൾ എന്ന് പറയുന്നത്. അത് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും വലുതാണ്. അവന്റെ മുഖപ്രകാശം മങ്ങിക്കാൻ ആർക്കും സാധിക്കില്ല. ഇവനെ എന്ത് ചെയ്യാൻ പറ്റും? അവനെ കൊല്ലാൻ പറ്റും? അത് കൊല്ലു പറ്റില്ലല്ലോ. അവനതിന് സമ്മത. കാരണം അവന്റെ രക്ഷയുടെ സന്തോഷം, അവന്റെ കർത്താവ് അവന് വേണ്ടി എന്ത് ചെയ്തെന്നും മുൻപ് ഞാൻ ഏത് അടിമത്തത്തിലായിരുന്നു എന്നും വ്യക്തമായിട്ട് അറിയാം. ക്രിസ്തുയേശു അവനെ സ്വതന്ത്രമാക്കിയതാ. ആ മുമ്പുണ്ടായിരുന്ന അടിമത്വവും ഇന്ന് ഉണ്ടായ സ്വാതന്ത്ര്യവും അവന്റെ പ്രത്യാശയും ആണ് അവന്റെ മുഖത്തെ പ്രകാശിപ്പിച്ചിരിക്കുന്ന ആ ഓർമ്മയാണ്. അവന്റെ മുഖപ്രകാശത്തെ കെടുത്താനോ അവനെ ആത്മീയ താഴ്ചയിലേക്ക് കൊണ്ടുപോകാനോ ശത്രുവിന് സാധിക്കുകയില്ല. ഇന്ന് കർത്താവിന്റെ വചനപ്രകാരം, ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ പഠിക്കുന്നത് പ്രകാരം ലോകത്തെ വിട്ടോടുന്ന നമ്മുടെ ജീവിതം ഇനിയും ഈ ലോകത്തിന്റെ ദൈവത്തിന് ഒരു പ്രത്യാശ ഉണ്ട്. നമ്മെ ഏത് വിധേനയും തിരിച്ചു കിട്ടുമോ എന്ന്. തിരിച്ച് കിട്ടാനുള്ള ആയുധം എന്ന് പറയുന്നത് അവൻ കൊണ്ടുവരുന്ന ഓർമ്മയാണ്. ഇസ്രായേൽ ജനത്തിൽ 6 ലക്ഷത്തിൽ പരം പുരുഷന്മാർ പോന്നിട്ടും അതിൽ അധിക ശതമാനവും വിട്ടുപോകുന്നതിനെ ഓർത്തു. സ്വതന്ത്രമായതിനെയല്ല, പിന്നെയോ വിട്ടുപോകുന്നതിനെ ഓർത്തു. അവർ മടങ്ങി. അതിനെക്കുറിച്ച് വചനം പറയുന്നവർ ഹൃദയം കൊണ്ട് മിസ്രൈമിലേക്ക് തിരിഞ്ഞു. അവരുടെ ഓർമ്മ അവരെ ഹൃദയത്തെ മിസ്രൈമിലേക്ക് തിരിച്ചു. ഹൃദയം മിസ്രൈമിലേക്ക് തിരിഞ്ഞതോടുകൂടി ദൈവത്തിന് പ്രവർത്തിപ്പാൻ സാധിക്കാതെ വന്നു. അവർ മരുഭൂമിയിൽ പെട്ടുപോയി. അപ്പോ ഓർമ്മ കൊണ്ട് ജയിച്ചില്ല. അവരാ വിട്ടുപോകുന്നതിനെ ഓർത്തു, അതിനടിമപ്പെട്ടു, ഹൃദയം കൊണ്ട് മിസ്രൈമിലേക്ക് തിരിഞ്ഞു. ദൈവത്തിന് പ്രവർത്തിപ്പാൻ സാധിക്കാതെ വന്നു. ദൈവം അവരെ കൈവിട്ട് കളഞ്ഞു. അവർ മരുഭൂമിയിൽ പെട്ടുപോയി. ഇങ്ങനെയല്ല. നീ ആരാധനയിൽ നമുക്ക് അതൊക്കെ ഒന്ന് വീണ്ടെടുക്കണം. ഒരുപാട് കാര്യങ്ങൾ നന്മയായിട്ട്, ഒരുപാട്. എൻ്റെ ഒരു സാക്ഷ്യം പറഞ്ഞാൽ, ചില നാളുകൾക്ക് മുമ്പ് ഞാൻ ലോകത്തിലായിരുന്നപ്പോൾ, അല്ലെങ്കിൽ കർത്താവിലേക്ക് വരുന്നതിന് മുമ്പ് എനിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ, ജാതിയായിരിക്കുമ്പോൾ എനിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ, എനിക്ക് എന്തെങ്കിലും മാനസിക ടെൻഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ, മനസ്സിന്റെ ആശ്വാസത്തിന് വേണ്ടിയിട്ട് ഞാൻ പോയി ഇരിക്കുന്ന ഒരു സ്ഥലമുണ്ട്. ചില സ്ഥലങ്ങളുണ്ട്. അത് ഞാൻ വളരെ നാളുകളായിട്ട് പരിചയമുള്ള ചില സ്ഥലങ്ങളാണ്. എറണാകുളത്ത് ഭാഗത്തുള്ളതാണ്. അതെന്നെ അറിയാവുന്നവർക്കറിയാം. അവരൊക്കെ എൻ്റെ കൂടെ വന്നിട്ടുണ്ട്. ഇങ്ങനെ ഞാൻ വിശ്വാസത്തിൽ വന്നിട്ടും ഈ സ്വഭാവം വിട്ടിട്ടില്ല. വിശ്വാസത്തിൽ തന്നെ പല ടെൻഷനും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും ഞാൻ അവിടെ പോകും. അപ്പോൾ സന്തോഷം ഉണ്ടാവും. എന്നാൽ അതൊന്നും ഒരു പൂർണ്ണമായ ക്രമീകരണമല്ല എന്ന് അന്നും അറിയാം. പക്ഷെ പോവും. ശീലിച്ചതല്ലേ. തീയിൽ നിന്ന് വലിച്ചെടുത്ത പൊള്ളിയല്ലേ.
എന്നാൽ ഇന്നേക്ക് ചില ദിവസങ്ങൾ, ചില നാളുകൾക്ക് മുമ്പ് കർത്താവ് ഒരു ദർശനം കാണിച്ചു തന്നു. ഇങ്ങനെയുള്ള എൻ്റെ ഓർമ്മയിൽ കിടക്കുന്ന കുറെ കാര്യങ്ങൾ, കുറെ സ്ഥലങ്ങളുണ്ട്. ഈ സ്ഥലങ്ങളെല്ലാം ആരോ വന്ന് കൂട്ടിയെടുത്ത് ഒരു ശവക്കുഴി, ആ കുഴിയിലേക്ക് ഇട്ട് അതങ്ങ് മൂടി. അതെന്താ കണ്ട സ്വപ്നം എന്നുള്ളത് ഞാൻ ഓർത്തിരിക്കുക. അതെന്താ കർത്താവ് അങ്ങനെ ഒരു സ്വപ്നം കാണിച്ചത്? അത് വല്ലാത്തൊരു ദർശനമാണല്ലോ. ഇതെല്ലാം കൂടെ ഇട്ട് മൂടി, അത് അതിൻ്റെ അർത്ഥം ഞാൻ ഇങ്ങനെ ചിന്തിച്ചു നടക്കുക. അടുത്ത ദിവസങ്ങളിൽ ചില ദിവസങ്ങൾ പിന്നിട്ടു. എനിക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, മാനസിക ടെൻഷൻ ഇതൊക്കെ ഉണ്ടാകുമ്പോൾ ഞാൻ ചിന്തിച്ച്, മുമ്പ് ഞാൻ ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ ഞാൻ എൻ്റെ അടുത്ത് പോയിക്കൊണ്ടിരുന്നതാണ്. പക്ഷെ ഇപ്പോൾ തോന്നുന്നില്ല. അത് അതസ്തമിച്ച്. അങ്ങനെ ആത്മീയ ജീവിതത്തിൽ ഉണ്ടാകുന്ന കഷ്ടങ്ങളിലും നഷ്ടങ്ങളിലും ഭാരങ്ങളിലും ആശ്വസിക്കാനായിട്ട് വിട്ടുപോകുന്നതിലല്ല വേണ്ടത്. അതിന് പരിഹാരം ഇവിടെ തന്നെയുണ്ട്. ഇന്നുവരെയും പിന്നെ അങ്ങനെ ഒരു ചിന്ത, ഇന്നുവരെയും. ഈ കഴിഞ്ഞ ദിവസം ഞങ്ങൾ അതുവഴി ആ ഭാഗങ്ങളിൽ കൂടിയൊക്കെ പോയി. തിരിഞ്ഞങ്ങോട്ട് നോക്കണമെന്നുള്ള ഒരു ചിന്ത പോലും ഇല്ല. മറന്നുപോയതുപോലെ അറുത്തോണ്ടിരിക്കുക. ഒരു കാര്യം നാം മനസ്സിലാക്കണം. ഒരു ദിവസം നമ്മുടെ ഓർമ്മയിൽ നിന്ന് ഒരിക്കലും തിരിച്ചു വരാത്ത നിലയിൽ ഈ ലോകം മറയും. അന്ന് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞതുപോലെ, ക്രിസ്തുയേശുവിനെ മാത്രമല്ലാതെ മറ്റാരെയും ഒന്നും അറിയാത്തവനായി ഈ ലോകത്തിൽ ഇരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഒരു ഘട്ടമാണ്. ദൈവമേ, അങ്ങനെ ഒരു ഘട്ടം എനിക്ക് തരണം. അങ്ങനെ ഒരു ഘട്ടം. വേറെ ഒന്നും എനിക്കറിയണ്ട, വേറെ ഒരു കാര്യം എനിക്കറിയണ്ട. എൻ്റെ ഓർമ്മയിൽ വേറെ ഒന്നും വരുവും വേണ്ട. ഒരു കാര്യം എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. കാരണം അതിൽ എന്തെങ്കിലും ഒരു നന്മയുണ്ടെന്ന് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞതുപോലെ, മുമ്പത്തെ കാര്യം ഓർക്കുമ്പോൾ എനിക്ക് ലജ്ജ തോന്നുന്നു. ഈ ഓർമ്മയെ, ശത്രു കൊണ്ടുവരുന്ന ലോകത്തിന്റെ ഓർമ്മയെ അതിജീവിക്കാനുള്ള ഏറ്റവും വലിയ മാർഗമാണ് ദൈവം ചെയ്ത ഉപകാരങ്ങളെക്കുറിച്ചുള്ള ഓർമ്മയും. മറ്റൊന്ന്, ലോകത്തെ ജീവിതത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ലജ്ജ തോന്നുക. മതിലാണ്. ഞാൻ ഇതൊക്കെ വിട്ടിട്ടാ ഇങ്ങോട്ട് പോകുന്നത്. തിരിച്ചു പോകുന്ന കാര്യം ഓർക്കുമ്പോൾ ലജ്ജ തോന്നുന്നു. അതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ ലജ്ജ തോന്നുന്നു. പിന്നെ തിരിച്ചു പോകുന്നത്? ഒരിക്കലും അങ്ങനെയുള്ളവൻ തിരിച്ചു പോവുകയില്ല. ദൈവം ചെയ്ത ഉപകാരങ്ങളും ദൈവം ചെയ്ത പ്രവർത്തികളും ഓർക്കുകയും തിരിച്ചു പോകുന്നതിനെ കുറിച്ച്, ലോകത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ, വിട്ടുപോകുന്നതിനെ കുറിച്ച് ഓർക്കുമ്പോൾ ലജ്ജ തോന്നുകയും ചെയ്ത, അതായത് മതിൽ കെട്ടുകയും ചെയ്യുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇനിയില്ല. ശത്രുവിന്റെ പ്രതീക്ഷ അവിടെ നശിക്കുക. ഇനി ഒറ്റ കാര്യം മാത്രം, ക്രിസ്തുവിനെ മാത്രം അറിയുക, ജീവിതം ക്രിസ്തുവിൽ പൂർത്തീകരിക്കുക, പ്രത്യാശ വെച്ചിരിക്കുന്ന ഇടത്തേക്ക് പ്രവേശിക്കുക. ഇനി ജീവിക്കുന്നതോ ഞാനല്ല, ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞതുപോലെ, വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് ഇരിപ്പാൻ എനിക്ക് അതിയായ കാംക്ഷയുണ്ട്. ഈ ശരീരം വിട്ടുപിരിഞ്ഞ് കർത്താവിനോടൊപ്പം ഇരിക്കാൻ അതിയായ കാംക്ഷയുണ്ട്. എന്നാൽ ഞാൻ എൻ്റെ ജഡത്തിൽ കുറച്ച് ദിവസവും കൂടി ഇരുന്നാൽ അത് സഭയ്ക്ക് ഉപകാരമായി തീരുമെങ്കിൽ ഞാൻ അതിന് സമ്മതമാണ്. അത്യുത്തമമായി കർത്താവിനോടൊപ്പം ഇരിക്കുന്നതിനേക്കാൾ ഞാൻ ഇച്ചിരി ത്യാഗം സഹിച്ചിട്ടാണെങ്കിലും ഈ ജഡത്തിലിരുന്ന് കുറച്ചു പേരെയും കൂടെ കൂടിയെങ്കിലും നന്മയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുമെങ്കിൽ അതാ ഞാൻ ആഗ്രഹിക്കുന്നത്. ചിന്തിച്ചു നോക്കണം. ഒരു മനുഷ്യന്റെ വളർച്ച ഇതാ. ലോകത്തെക്കുറിച്ച് ഓർമ്മയില്ലാത്ത ഒരു ജീവിതം. എന്താ അത്? ക്രിസ്തുയേശുവിനെ കുറിച്ച് മാത്രമുള്ള ഓർമ്മയുള്ള ഒരു ജീവിതം. വിട്ടുപോകുന്നതിനെ കുറിച്ച് ഓർക്കുമ്പോൾ
ലജ്ജ തോന്നുന്ന ഒരു ജീവിതം, പ്രത്യാശയെക്കുറിച്ച് ഓർക്കുമ്പോൾ അഭിമാനം തോന്നുന്ന ഒരു ജീവിതം. ഇവരാ ശത്രുവിനെ ജയിക്കുന്നത്. ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങളോ ജഡീകങ്ങളല്ല. പിന്നെ എന്താ? ഓർത്തുകൊള്ളണം. ഒന്ന്, വിട്ടുപോകുന്നതിന് ലജ്ജയോടെ ഓർക്കുക. കർത്താവ് ചെയ്ത ഉപകാരത്തെ, കർത്താവിന്റെ പ്രവൃത്തിയെ ഓർക്കുക. കർത്താവിന്റെ പ്രവൃത്തിയെ ഓർക്കുക, ധ്യാനിക്കുക. വിരോധികളാൽ കഷ്ടം സഹിച്ച കർത്താവിനെ ധ്യാനിച്ചു കൊള്ളുക, ഓർത്തുകൊള്ളുക. ക്ഷീണിക്കില്ല, മടുക്കില്ല, ശത്രുവിന് മുമ്പിൽ പരാജയപ്പെടില്ല, മുഖം വാടുകയില്ല. ആ സന്തോഷം ഉള്ളവനെ, അങ്ങനെ ഒരു സന്തോഷം മുഖത്തുള്ളവനെ സംബന്ധിച്ചാണ്. ഇവനെ ചതച്ചിട്ടും ഓടിച്ചിട്ടും തകർത്തിട്ടും ഇവന്റെ മുഖത്തു നിന്ന് ആ പ്രകാശം പോകുന്നില്ലല്ലോ. അവനെ കുറിച്ചാണ് പറയുന്നത്. എന്റെ സന്തോഷമല്ലോ നിങ്ങളുടെ ബലം. ശത്രുവിനെ ജയിക്കാൻ സാധിക്കും. ഇവൻ എന്താ ഇത്ര ബലം? എന്റെ സന്തോഷമാണ്. കർത്താവിൽ സന്തോഷം അവനൻ ബലം, പാരിതിൽ പാർക്കും നാൾ അവനൻ ബലം. അവനെന്റെ സങ്കേതം വിശ്രാമം നാൾ തോറും അവനെന്റെ സർവഭൂമേ. അവനെന്റെ സങ്കേതം വിശ്രാമം നാൾ തോറും അവനെന്റെ സർവഭൂമി. ഒരു വിശ്വാസിയായി അതിസങ്കീർണമായ കാര്യങ്ങളൊന്നും ഇതിനകത്ത് ഇല്ല. മനുഷ്യർക്ക് ബുദ്ധിക്കെത്താൻ പറ്റാത്ത കാര്യങ്ങളൊന്നും ഇതിനകത്ത് ഇല്ല. ദൈവത്തിന്റെ ആത്മാവ് ലളിതമായിട്ട് നടത്തിക്കൊണ്ട് പോകുന്ന കാര്യങ്ങളാണ്. അതിന് ദുരൂഹതയോ സൃഷ്ടിക്കുക എന്നുള്ളതാണ് സാത്താന്റെ തന്ത്രമാണ്. കർത്താവ് പറയുകയാണ്, വിട്ടുപോകുന്നത് എന്ന അടിമത്തത്തിൽ നിന്നാണ് വിട്ടുപോകുന്നത്. വീണ്ടും അടിമമുഖത്തിൽ കുടുങ്ങരുത്. അങ്ങനെ തിരിച്ചു കുടുങ്ങാതിരിക്കണമെങ്കിൽ അതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ ലജ്ജ വേണം. അങ്ങനെ ലജ്ജ വേണമെങ്കിൽ ദൈവം ചെയ്തതെന്നൊന്ന് അറിഞ്ഞ് പഠിക്കണം, അതിനെക്കുറിച്ച് ഓർമ്മ വേണം. ഇതിന്റെ അന്തം എന്ത് പ്രത്യാശയാണെന്ന് ഓർമ്മ വേണം. അവന്റെ മുഖത്തു നിന്ന് രക്ഷയുടെ സന്തോഷം മാഞ്ഞു പോവുകയില്ല. അവൻ ബലവാനാണ്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ സന്നിധിയിൽ ഒരിക്കൽ കൂടി ഓർത്തുകൊള്ളണം, ശത്രുവിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട നാം ഒരു ശക്തിയാലും ഇവനെ തിരിച്ചു പിടിക്കാൻ സാധിക്കുകയില്ല എന്ന് കണ്ട് ലാബാൻ പറഞ്ഞതുപോലെ നിന്റെ പിതൃഭവനത്തെ കുറിച്ചുള്ള എരിവ് നിമിത്തം നീ പുറപ്പെട്ടു പോകുന്നു. ശരി, കാരണം എന്താണെന്നറിയാം? ശരിയെന്ന് പറഞ്ഞതിന്റെ കാരണം, ലാബാൻ അത് സമ്മതിച്ചൊരു കാരണം എന്നറിയാമോ? പിതൃഭവനത്തെ കുറിച്ചുള്ള എരിവിൽ ആര് പുറപ്പെട്ടു പോന്നാലും അവന് തടുക്കാൻ പറ്റൂല. അവന്റെ ജീവൻ അവന് വിഷയമല്ല. അത്ര ഭയങ്കരമാണ് അപ്പന്റെ ഭവനത്തിലേക്ക് പോകുന്നു. അത്ര ഭയങ്കരമാണ് അപ്പന്റെ ഭവനത്തെ കുറിച്ചുള്ള എരിവ്. അങ്ങനെ പോകുന്നതിനെ തടുക്കാൻ സാധിക്കില്ല. എന്നാൽ ഇനി അവന്റെ പ്രത്യാശ എന്ന് പറയുന്നത് എങ്ങനെയും ഓർമ്മ കൊണ്ടുവരണം. പണ്ടുണ്ടായിരുന്ന ആ പ്രതാപം, പണ്ടുണ്ടായിരുന്ന ആ ശ്രേഷ്ഠത, പണ്ട് ആ മിസ്രൈമിൽ ഉണ്ടായിരുന്നപ്പോൾ കഴിച്ച ഭക്ഷണം, ഇതൊക്കെ ഒന്ന് ഓർപ്പിക്കുക. വിട്ടുകൊടുക്കരുത്. ഓരോന്നിനും, മിസ്രൈമിലെ ഓരോ ഓർമ്മയ്ക്കും വിരുദ്ധമായിട്ട് കർത്താവ് നമുക്ക് ഓർമ്മ തന്നിട്ടുണ്ട്. അതാ ഇന്ന് നമ്മൾ വായിച്ച സങ്കീർത്തനത്തിന്റെ പ്രത്യേകതയാണ് ഇതൊക്കെ. ഭയങ്കരമാണ്. ഇന്ന് വായിച്ച സങ്കീർത്തനം 116 സങ്കീർത്തനം ഭയങ്കരമാണ്. എന്താ? ഒറ്റ കാര്യം മാത്രം, കർത്താവേ, നീ ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാൻ നിനക്ക് എന്ത് പകരം നൽകും കർത്താവേ? അവന്റെ ഓർമ്മ നോക്കണം. മിസ്രൈമിലേക്ക് വിട്ടുപോകുന്ന ഓർമ്മയൊന്നും അവനില്ല. ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, അവൻ ചെയ്ത ഉപകാരം. ആ കാര്യത്തിൽ ഞാൻ എന്ത് പകരം നൽകും കർത്താവേ? എന്നെ പകരം കൊടുക്കണം? ഒന്നും പകരം കൊടുക്കാനില്ല. അതുകൊണ്ട് ഒരു കാര്യം പകരം കൊടുക്കാൻ സാധിക്കും, രക്ഷയുടെ പാനപാത്രം എടുത്ത് യഹോവയുടെ നാമം വിളിച്ച് വീഴ്ച.
ഹോട് നാം വിളിച്ചപേക്ഷിക്കും. വേറൊന്നും ചെയ്യാനില്ല. അത് തന്നെയാണ് നാം കേട്ടത്. ഞാൻ എളിമപ്പെട്ടു യഹോവ രക്ഷിച്ചു. ഇത്രയും ശക്തിയുള്ള ദൈവം, ഇത്രയും പ്രശ്നങ്ങൾ വന്നിട്ടും എന്നെ രക്ഷിക്കാത്തത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ എളിയവനായിട്ടില്ല, എളിമപ്പെട്ടിട്ടില്ല. എളിമപ്പെട്ടതിന്റെ അടയാളം എന്താ? എളിമപ്പെട്ടതിന്റെ അടയാളം നിന്റെ സ്വന്തം കാഴ്ചയ്ക്ക് നീ ജ്ഞാനഹീനനായിരിക്കും, ബലഹീനനായിരിക്കും, കുലഹീനനായിരിക്കും. വിശ്വാസത്തിലേക്ക് വന്ന് കുറച്ചുനാൾ കഴിയുമ്പോഴത്തേക്കും നിരയും വിലയൊക്കെ ഒന്ന് മാറിക്കഴിയുമ്പോൾ പ്രതാപം വന്നു, വലിയ ജ്ഞാനം വന്നു, ഇച്ചിരി കൊള്ളാവുന്ന ഒരു നിലപാട് വന്നു, പ്രവൃത്തിയിൽ നിന്നു, ദൈവത്തിന്റെ പ്രവൃത്തിയിൽ നിന്നു. യെരൂശലേം നിങ്ങൾക്ക് ഓർമ്മ വരട്ടെ, പോകുന്നത് ഓർത്ത് ഒന്ന് ലജ്ജ വരട്ടെ. കർത്താവ് ചെയ്തത് എന്തെന്നൊന്ന് ഓർമ്മ വരട്ടെ. താഴുക, താഴുക. ഒരു ബലവുമില്ലാത്തവൻ, ഒരു കുലവുമില്ലാത്തവൻ, ഒരു ജ്ഞാനവുമില്ലാത്തവൻ, സ്വന്തം കാഴ്ചയ്ക്ക് എളിയവനായിരിക്കട്ടെ. രക്ഷ നമ്മുടെ അടുത്തുണ്ട്, രക്ഷ നമ്മുടെ അടുത്തുണ്ട്. സാത്താൻ നമ്മെ ജയിക്കുകയില്ല. എളിയവന്റെ എപ്പോഴുമുള്ള ഓർമ്മയാണ്. വേറെ ആർക്കും ഓർമ്മ വയ്ക്കാൻ സാധിക്കില്ല. കർത്താവ് ചെയ്ത ഉപകാരം എന്തെന്ന് അറിയണമെങ്കിൽ ആരോട് ചോദിക്കണം? എളിയവനോട് ചോദിക്കണം. എളിയവനോട് ചോദിക്കണം. അവന്റെ അടയാളങ്ങളാണ് നാം ഈ കേട്ടത് മുഴുവനും. എന്താണ്? സത്വർത്തമാനം കേൾക്കുന്നവൻ അവനാണ്, വിട്ടുപോകുന്നതിനെ ലജ്ജയോടെ ഓർക്കുന്നവൻ അവനാണ്, കർത്താവ് ചെയ്ത ഉപകാരങ്ങളെക്കുറിച്ച് അറിയാവുന്നവൻ അവനാണ്, പ്രത്യാശയുള്ളവൻ അവനാണ്, ഏത് സമയത്തും ദൈവം രക്ഷിപ്പാൻ ഒരുങ്ങിയിരിക്കുന്നത് അവനെക്കുറിച്ചാണ്. മതി, മതി. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് കർത്താവ് നമ്മെ അനുഗ്രഹിച്ചല്ലോ. നന്ദി, സ്തോത്രം പിതാവേ. പരിശുദ്ധനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ കർത്താവിനെ സ്തുതിക്കുന്നു. ഈ ആഴ്ചവട്ടത്തിന്റെ 1-ാമത്തെ ദിവസം കർത്താവ് ഞങ്ങളെ കേൾപ്പിച്ച വചനങ്ങൾക്കും ഞങ്ങൾക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കുമായി കർത്താവിനെ സ്തുതിക്കുന്നു. കർത്താവേ, ദൈവമേ, വിട്ടുപോകുന്നത് ഞങ്ങളുടെ ഹൃദയം കർത്താവ് ലജ്ജയോടെ ഓർക്കട്ടെ. കർത്താവ് ചെയ്ത ഉപകാരങ്ങളെ അഭിമാനത്തോടെ സന്തോഷത്തോടെ ഞങ്ങൾ കർത്താവ് ഓർക്കട്ടെ. ദൈവമേ, കർത്താവെ, ഞങ്ങളുടെ പ്രത്യാശയെക്കുറിച്ച് ഞങ്ങൾ ഓർക്കട്ടെ. യെരൂശലേം ഞങ്ങൾക്ക് ഓർമ്മ വരട്ടെ. ദൈവമേ, ഞങ്ങൾ കർത്താവ് സ്ഥലത്ത് ഞങ്ങളെ തന്നെ താഴ്ത്തട്ടെ. ഞങ്ങളെ രക്ഷിപ്പാനും വിടുവിക്കാനും കർത്താവ് ഞങ്ങളോടൊപ്പം ഉള്ളതുകൊണ്ട് സ്തോത്രം. ഇന്നത്തെ ഈ ആരാധനയെ കർത്താവ് അനുഗ്രഹിച്ചല്ലോ. നന്ദിയോടെ സ്തുതിക്കുന്നു. വീണ്ടും തൃക്കരങ്ങളിലേക്ക് കാത്തോളം അനുഗ്രഹിക്കണമേ, യേശുവിന്റെ നാമത്തിൽ. പാപത്താൽ